ബഹുമാനപ്പെട്ട അരുണച്ച, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അരുണച്ച് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിന് അത് ഇപ്പം 4 വർഷമായിട്ട് തുടരുന്നു. 101ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത് എന്നും അച്ഛന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആമുഖത്തിലും ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് ഞാൻ അരുണച്ചനും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ അഭിനന്ദനം അറിയിക്കുകയാണ്, നന്ദി പറയുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത, ഓരോ കാലഘട്ടത്തിലും കർത്താവ് അവിടുത്തെ സഭയ്ക്ക് വേണ്ടി സഭാ പ്രബോധനങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ നിയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരാളായിട്ട് ഞാൻ പ്രത്യേകിച്ച് അരുണച്ചനെ കാണുകയാണ്. കാരണം മറ്റുള്ള ആരുടെയും ഒരു നിർബന്ധമോ കാര്യമോ ഒന്നുമില്ലാതെ അരുണച്ചൻ ഈ ഒരു താല്പര്യം എടുത്തതിന് പ്രത്യേകമായിട്ട് ഞാൻ സന്തോഷം അറിയിക്കുന്നു. സഭയുടെ 3ാമത്തെ ഡോക്യുമെന്റ് ആണ് നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ 3ാമത്തെ ഡോക്യുമെന്റ് പഠിക്കുമ്പം ഒരു ദിവസം 1.5 മണിക്കൂർ വെച്ച് അപ്പോൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ലൂമൻ ജാൻസിയവും ദൈവവർബും നിങ്ങൾ പഠിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. 3ാമത്തതും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, സാക്രോസാന്തും കുഞ്ചീലിയും. അപ്പോൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് ഇത് പഠിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി അരുണച്ചന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ അരുണച്ചനെ പരിചയപ്പെടുന്നതും അല്ലെ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദത്തിലാകുന്നതും അഭിവന്യ പൗവത്തിൽ പിതാവിന്റെ പൗരോഹിത്യത്തിന്റെ മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് റാറ്റ്സിംഗർ പിതാവിന്റെ ദൈവശാസ്ത്രത്തെ അധികരിച്ച് ഞങ്ങള് കോവിഡ് കാലത്ത് ഒരു 9 ദിവസത്തെ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പോൾ അതില് പേപ്പർ അവതരിപ്പിച്ചിരുന്നു അരുണച്ചൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അരുണച്ചനെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയതും. പിന്നീട് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ അരുണച്ചൻ നമ്മുടെ പുതിയ ഡോക്യുമെന്റ്സ് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുകയും പറയുകയും നമ്മളെ കൂടുതൽ പ്രബോധിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ നല്ല സൗഹൃദത്തിന് കർത്താവിന് നന്ദി പറഞ്ഞ് ഞാൻ അരുണച്ചനെ ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിച്ച് ഞാൻ തുടങ്ങുകയാണ്. അരുണച്ചൻ എന്നോട് കുറച്ച് സമയമെടുത്തോളം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇതിനകത്ത് വൈദികര് കാണും, സിസ്റ്റേഴ്സ് കാണും, അൽമായര്, എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഗ്രീറ്റ് ചെയ്യുന്നു, ആശംസകൾ അറിയിക്കുന്നു. 3ാമത്തെ ഡോക്യുമെന്റ് നിങ്ങൾ വിശദീകരിച്ച് പഠിക്കുമെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിന്റെ ഭാഗമായിട്ടൊക്കെ പൊക്കോട്ടെ. ഞാൻ പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഈ ലിറ്റർജിയുടെ ചില കാര്യങ്ങളും പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാനൊരു ലിറ്റർജിസ്റ്റ് അല്ല, എന്നാൽ ലിറ്റർജിയോട് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്. അതാണ് ഒരുപക്ഷെ അരുൺ എന്നെ വിളിക്കാൻ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അരുണച്ചൻ ആമുഖ പ്രാർത്ഥനയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ നിങ്ങളെ ശ്രദ്ധിച്ചു കാണും. വി ആർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരു ആരാധനാ സമൂഹമാണ്. ക്രൈസ്തവ സമൂഹം ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിർവചിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിർവചിക്കപ്പെടേണ്ടത് ഒരു ആരാധനാ സമൂഹം എന്നാണ്. അപ്പോൾ അത് നമ്മൾ പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിലാണേലും നമ്മുടെ നേച്ചറാണത്, നമ്മുടെ സ്വഭാവമാണ്, സവിശേഷതയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപക്ഷെ പറയേണ്ട കാര്യമില്ലായിരിക്കാം, കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിലും 1-2 കാര്യം ഞാനത് പറഞ്ഞ് അങ്ങോട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ പറയണം എന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞാൽ വി ആർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ പഴയ നിയമത്തിൽ തന്നെ നോക്കിയാലും പുറപ്പാട് അനുഭവത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മോശയ്ക്ക് നൽകപ്പെടുന്ന നിർദ്ദേശം എന്താണ്? നീ ഫറവോയുടെ അടുത്ത് പോയി പറയുക, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഞങ്ങളെ വിട്ടയക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആരാധന എന്നുള്ളതാണ് അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത്. യാക്കോബ് ശ്ലീഹയുടെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്, ബലിയർപ്പണം.
അവര് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അബ്രാഹം ബലിയർപ്പിക്കുന്നു, യാക്കോബ് ബലിയർപ്പിക്കുന്നു, ഇസഹാക്ക് പൂർവ്വപിതാക്കളെല്ലാം ബലിയർപ്പിക്കുന്നത് കാണുന്നുണ്ട്, പ്രവാചകർ ബലിയർപ്പിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവും നമുക്ക് നൽകിയിട്ടുള്ളതും നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളതും ഈ ഒരു ബലിയർപ്പണത്തെ കുറിച്ചാണ്. കർത്താവിന്റെ ബലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബലി. പഴയ നിയമ ബലികളെ കുറിച്ച് നമ്മൾ ഹെബ്രായ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമ ബലി ഏകവും പൂർണ്ണവും ആയ ബലി പുത്രൻ തമ്പുരാന്റെ ബലിയാണ്, കുരിശിലെ ബലി. അതിന്റെ പുനരവതരണമാണ് എന്ന് നമ്മൾ പറയും. ആവർത്തനമല്ല, പുനരവതരണമാണ് പരിശുദ്ധ കുർബാന എന്ന് നമ്മൾ പറയും. ആദിമ ക്രൈസ്തവ സമൂഹം എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതും അവര് ബലിയർപ്പിക്കുവാനായിട്ടാണ് ഒരുമിച്ച് കൂടിയത്. സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അവര് അപ്പം മുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, കൂട്ടായ്മ, സ്ലീഹന്മാരുടെ പ്രബോധനം എന്നിവയിൽ സദാ പങ്കുചേർന്നിരുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ ഉത്ഥാനാനന്തരം ശിഷ്യന്മാര് കൂടിയത് എന്തിനാണ്, അല്ലെങ്കിൽ അവരൊരുമിച്ച് കൂടിയത് അതിനു വേണ്ടി തന്നെയാണ്, മാതാവിന്റെ നേതൃത്വത്തില്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ ദൈവാലയത്തിൽ ചെലവഴിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഒറ്റ കാര്യത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഏത് നമ്മുടെ അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നതും നമ്മൾ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നതും നമ്മൾ നയിക്കപ്പെടുന്നതും എല്ലാം ഈ ആരാധനയിലേക്കാണ്. അതാണ് വി ആർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ആരാധനയെ കുറിച്ചാണ്, ആരാധനാ ക്രമത്തെ കുറിച്ചാണ് മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. 4 കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. അത് മൂന്നാമത്തതാണ്. ആദ്യത്തെ 2 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, മൂന്നാമത്തതാണ് നമ്മൾ പഠിക്കുന്നത്. 4ാമത്തത് സഭ ആധുനിക ലോകത്തിൽ എന്നുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ 4 കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. ഈ 4 കോൺസ്റ്റിറ്റ്യൂഷൻസില് മൂന്നാമത്തത്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നൽകപ്പെട്ട അല്ലെങ്കിൽ 2ാം വത്തിക്കാൻ കൗൺസിൽ പിതാക്കന്മാർ ആദ്യം അംഗീകരിച്ച ഡോക്യുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സാക്രോസാന്തും കൊഞ്ചീലിയുമാണ്. അത് യാദൃശ്ചികമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ അത് സഭയുടെ അടിസ്ഥാന സവിശേഷതയും സഭയുടെ അടിസ്ഥാന ദൗത്യവും പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു വേണ്ട നിർദ്ദേശങ്ങളും അതിനെ സജീവമാക്കാനുള്ള കാര്യങ്ങളും വേണ്ട പ്രബോധനങ്ങളും എല്ലാം നൽകുന്ന ഡോക്യുമെന്റ് ആണ്. അപ്പോൾ 1963 പാസ്സാക്കിയ, ഡിസംബർ മാസം 4-ാം തീയതി പാസ്സാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് സാക്രോസാന്തും കൊഞ്ചീലിയും. ആരാധനാക്രമം പരിശുദ്ധ കൗൺസിൽ എന്നുള്ളതാണ് സാക്രോസാന്തും കൊഞ്ചീലിയും എന്ന വാക്കിനർത്ഥം. നിങ്ങൾക്ക് ഇതിനോട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഭയുടെ പ്രബോധനങ്ങളും എല്ലാം, ഔദ്യോഗിക പ്രബോധനങ്ങളും രേഖകളും എല്ലാം, ശ്ലൈഹിക പ്രബോധനങ്ങളെല്ലാം ആരംഭിക്കുന്ന ആദ്യ ക്ലോസ് ആണ് പേരായിട്ട് വരുന്നതെന്ന് നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സാക്രോസാന്തും കൊഞ്ചീലിയും ജസ്റ്റ് എന്ന് പറഞ്ഞാൽ 7 അധ്യായമാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചില ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ പോകുക എന്നുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് 2022 നമുക്കൊരു ശ്ലൈഹിക പ്രബോധനം നൽകി. അതിൻ്റെ പേര് ദെസിഡെരിയോ ദെസിഡെരാവി എന്നുള്ളതാണ്. ആരാധനാക്രമത്തെ കുറിച്ചാണ്. സഭയുടെ ആരാധനാക്രമത്തെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ മാർപ്പാപ്പയുടെ അവസാന കാലഘട്ടങ്ങളിലെ ഒരു പ്രബോധനമാണ് ദെസിഡെരിയോ ദെസിഡെരാവി. അത് കർത്താവ് സ്ലീഹന്മാരോടൊപ്പം പെസഹ ഭക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതാണ് മാർപ്പാപ്പ ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദെസിഡെരിയോ ദെസിഡെരാവിയുടെ അർത്ഥം ഐ ഹാവ് ഗ്രേറ്റ്ലി ഡിസയേർഡ് എന്നുള്ളതാണ്. ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്നുള്ളത്. അപ്പൊ അതിന്റെ പശ്ചാത്തലമാണ് പെസഹ ആചരണം. ഈ പെസഹ ആചരണത്തിന്റെയും അനുസ്മരണമാണ് പരിശുദ്ധ കുർബാന എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാല്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന്റെ വെളിപാടിനുള്ള ഒരു മറുപടിയാണ്.
faith is a response to the self-revealing God. Faith is a response to the self-revealing God. തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിന് ഉള്ള മറുപടി, ദൈവത്തിന്റെ ആഹ്വാനത്തിനുള്ള മറുപടിയായിരുന്നു വിശ്വാസം. പഴയ നിയമത്തിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം അനുസരിക്കുകയും പാലിക്കുകയും ജീവിക്കുകയും എല്ലാം ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞതിന് അവരാമേൻ പറഞ്ഞിടത്താണ് വിശ്വാസത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ faith is a response to the self-revealing God. Revelation faith dynamism is true of both the Old Testament and New Testament. അപ്പോൾ ലിറ്റർജി എന്താണെന്ന് ചോദിച്ചാൽ ഈ വിശ്വാസത്തിന്റെ ആഘോഷമാണെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരാധന ക്രമം, ആരാധന വർഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ ആഘോഷമാണ്, അതൊരു ഓർമ്മയാണ് എന്ന് നമ്മൾ ലിറ്റർജിയുടെ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ തന്നെ മറ്റൊരു പേരാണ് ഏത്? അനംനേസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓർമ്മയാണ് അനംനേസിസ്. അപ്പൊ ലിറ്റർജി, ആരാധനാക്രമം, വിശ്വാസം ഇതൊക്കെ തന്നെ ഓർമ്മയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് പക്ഷെ ഞാൻ ആ പേര് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിച്ചത്. ആരാധനാക്രമത്തിന്റെ പരിശുദ്ധ കുർബാനയുടെ മറ്റൊരു പേരാണ് അനംനേസിസ് എന്നുള്ളത്. അപ്പോൾ ഈ ഡോക്യുമെന്റില് മാർപ്പാപ്പ പറയുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തുടങ്ങാം. അതായത് ഞാൻ പറഞ്ഞു, വിശ്വാസം വെളിപാടിനുള്ള മറുപടിയാണ്. ഈ വെളിപാട് വിശ്വാസത്തിലേക്കും വിശ്വാസം ആരാധനയിലേക്കും നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റെവലേഷൻ ആൻഡ് ഫെയ്ത്ത് ലീഡ്സ് ടു വർഷിപ്പ് ഓർ ലിറ്റർജി. അതാണ് വെളിപാട് വിശ്വാസത്തിലേക്കും വിശ്വാസം ആരാധനയിലേക്കും നയിക്കുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആരാധന വിശ്വാസികളായിട്ട് തീർന്നവരും അല്ലെങ്കിൽ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചവരും പാലിക്കാനായിട്ട് ആഗ്രഹിച്ചവരുമെല്ലാം ആരാധനയിലേക്ക് നീങ്ങുന്നത്. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ നോക്കിയാലും അത് നമ്മൾ കാണും. ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ നമ്മളിപ്പോ സമറിയാക്കാരി സ്ത്രീയുടെ കാര്യം നോക്കിയാൽ അവളെ കർത്താവ് ഭൗതിക ജലത്തിന്റെ അല്ലെ ദാഹജലത്തിന്റെ തലത്തിൽ നിന്നും നിത്യജീവന്റെ ജലത്തിലേക്ക് അല്ലെ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ജലത്തിലേക്ക് അല്ലെ വെള്ളം നൽകുന്നതിലേക്കൊക്കെ നയിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ആ മലയിലോ ഈ മലയിലോ അല്ല ആരാധന അർപ്പിക്കാൻ, സത്യത്തിലും ആത്മാവിലും ആരാധന അർപ്പിക്കുന്ന സമയം വരുന്നു. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്താണ്? വെളിപാട് വിശ്വാസത്തിലേക്കും വിശ്വാസം ആരാധനയിലേക്കും നയിക്കപ്പെടുന്നു അല്ലെ നയിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞതും ഏത്? വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ആരാധനാ സമൂഹമാണ്, വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത് 3-ാമത്തെ തലമാണെങ്കിൽ 4-ാമത്തെ തലം, അപ്പൊ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എങ്കിലും 4-ാമത്തെ തലമാണ് ഈ ആരാധന എപ്പോഴും നമ്മളെ ശിഷ്യത്വത്തിലേക്കാണ് നയിക്കുന്നത്. ആരാധന ശിഷ്യത്വത്തിലേക്ക്, അതിന്റെ പൂർണ്ണതയാണ് നമ്മൾ കാണുന്നത് മിഷണറി ഡിസൈപ്പിൾഷിപ്പ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രയോഗമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാർപ്പാപ്പ പറയും, വി ആർ ഓൾ മിഷണറി ഡിസൈപ്പിൾസ്. സാധാരണ ശിഷ്യരല്ല, പ്രേക്ഷിതരായിട്ടുള്ള ശിഷ്യരാണ് എന്നാണ് പറയുക. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ 5 സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് വെളിപാട്, വിശ്വാസം, ആരാധന, ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ ശിഷ്യത്വം, പ്രേക്ഷിത ശിഷ്യത്വം. അപ്പോൾ ഇതില് ഈ 5 തലങ്ങൾ നമ്മുടെ ഇതാണ്. അപ്പോൾ ഇതില് അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ആരാധനയാണ്. അപ്പോൾ ഈ ആരാധനയെക്കുറിച്ചുള്ള, ആരാധന എങ്ങനെയാകണം, ആരാധനയുടെ മറ്റ് ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ആരാധനയോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം എന്താണ്, സഭയുടെ ഔദ്യോഗിക നമസ്കാരത്തിനുള്ള പ്രാധാന്യം എന്താണ്, ദേവാലയത്തിന് പ്രസക്തി എന്താണ്, സമയത്തിന്റെ പ്രസക്തി എന്താണ്, സ്ഥലത്തിന്റെ പ്രസക്തി എന്താണ്, കലാരൂപങ്ങളുടെ പ്രസക്തി എന്താണ്,
ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് ഈ സാക്രോസാന്തും കൊൺചീലിയം ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ ആരാധനയെ കുറിച്ച് നമുക്ക് അടിസ്ഥാന പ്രബോധനം നമുക്ക് നൽകുന്നത്. അപ്പോൾ മാർപ്പാപ്പ ഈ ഡോക്യുമെന്റിൽ പറയുന്ന ആരാധനയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: ലിറ്റർജി ഈസ് എ റെവലേഷൻ ഓഫ് ദ ലവ് ഓഫ് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. ആരാധന എന്ന് പറയുന്നത് എന്താണ്? പിതാവായ ദൈവത്തെ, ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ആരാധന എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ലിറ്റർജി ഈസ് എ റെവലേഷൻ ഓഫ് ദി ലവ് ഓഫ് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. അതിന്റെ പൂർണ്ണതയെ നമ്മൾ കണ്ടത് കുരിശിലെ ബലിയിലാണ്, അല്ലെങ്കിൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ലിറ്റർജി, ആരാധനാക്രമം എന്താണെന്ന് ചോദിച്ചാൽ മാർപ്പാപ്പ പറയുന്ന ഉത്തരം ഇതാണ്: ലിറ്റർജി ഈസ് ദ ടുഡേ ഓഫ് സാൽവേഷൻ ഹിസ്റ്ററി. അപ്പോൾ ലിറ്റർജി ഈസ് ദ ടുഡേ ഓഫ് ദ സാൽവേഷൻ ഹിസ്റ്ററി. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകണമെന്നില്ല, എങ്കിലും മാർപ്പാപ്പ പറയുകയാണ് എന്ത്? രക്ഷാകര ചരിത്രത്തെ നമുക്ക് മുൻപിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ് ലിറ്റർജി. അല്ലെങ്കിൽ രക്ഷാകര രഹസ്യത്തെ, രക്ഷാകര ചരിത്രത്തെ, രക്ഷാകര സംഭവങ്ങളെ ഇന്നിൽ അവതരിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആരാധനാക്രമമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ലിറ്റർജി ഈസ് ആൻ അനംനേസിസ്, അത് ഓർമ്മയാണെന്ന് പറഞ്ഞത്. ഈ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ്. എന്തിന്റെ ഓർമ്മയാണ്? കർത്താവിന്റെ ബലിയുടെ ഓർമ്മയാണ്. ദൈവം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ രക്ഷാകര പദ്ധതിയുടെ ഓർമ്മയാണ്. അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പൂർണ്ണത നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവിന്റെ ബലിയിൽ, കർത്താവിന്റെ പെസഹ രഹസ്യത്തിൽ ഒക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ലിറ്റർജി ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് എന്ന് സഭ നമ്മളെ പറയുന്നു, സഭയോട് പറയുന്നു. സഭയോട് പറയുക എന്ന് പറഞ്ഞാൽ സഭ മക്കളോട് പറയുന്നു എന്നുള്ളതാണ്. ലിറ്റർജി ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ആൻഡ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഗിവൺ ആൻഡ് ടു ബി ഗിവൺ. അതുകൊണ്ടാണ് നമ്മൾ തന്നെ പങ്കെടുക്കുന്നവരും അതേ ചൈതന്യം സ്വീകരിച്ചാണ് കുർബാന കഴിഞ്ഞ്, അല്ലെങ്കിൽ കുർബാന അർപ്പിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ അപ്പൊ ലിറ്റർജി ഈസ് ദ ലോക്കസ്, പ്ലേസ് ഓഫ് എൻകൗണ്ടറിങ് ഗോഡ്. കർത്താവിനെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ആരാധന എന്ന് പറയുന്നത്, ലിറ്റർജി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു പൊതു അറിവിന്റെ പൊതുവായിട്ടുള്ള നമ്മുടെ അറിവിന്റെ മേഖലയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഏത്? ലിറ്റർജി ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ആഘോഷമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ആദ്യത്തെ ഒരു പ്രൈമർലി തിങ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഡോക്യുമെന്റില് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്. അത് തന്നെയാണ് ഈ സാക്രോസാന്തും കൊൺചീലിയത്തിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. എന്താണ്? മാർപ്പാപ്പ പറയും, ഐ ഇൻവൈറ്റ് യു ടു റീഡിസ്കവർ ദ മീനിങ് ഓഫ് ദ ലിറ്റർജിക്കൽ ഇയർ, ദ ലോർഡ്സ് ഡേ. ലോർഡ്സ് ഡേ നമുക്കറിയാം, സൺഡേ, കർത്താവിന്റെ ദിവസം. അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മൾ വീണ്ടും കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഡോക്യുമെന്റിന് പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത്, അതായത് സഭയുടെ അടിസ്ഥാന ഡോക്യുമെന്റിൽ പെട്ടതാണ് ഇത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഡോക്യുമെന്റ്, അല്ലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൂടുന്നതിന് മുൻപ് തന്നെ ഇതിനൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻസ് നടന്നു എന്ന് പറഞ്ഞാൽ, സഭയുടെ ചരിത്രത്തിൽ ഇതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് നടന്നു എന്ന് പറഞ്ഞാൽ, ഈ ലിറ്റർജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ലിറ്റർജിക്കൽ മൂവ്മെന്റ്സ്. അതായത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊന്നും പറയുന്നില്ല, എങ്കിലും നിങ്ങളുടെ ഈ സാക്രോസാന്തും കൊൺചീലിയത്തിനാണേലും ഒരു പശ്ചാത്തലം ഒരുക്കിയതും, ലിറ്റർജിയെ കുറിച്ചുള്ള ആദ്യ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം തയ്യാറാക്കാനായിട്ടൊക്കെ ഒരു എളുപ്പമായി തീർന്നതും എല്ലാം ഈ ലിറ്റർജിക്കൽ മൂവ്മെന്റുകള് സഭയിൽ നടന്നിരുന്നു. അപ്പോൾ ഈ ലിറ്റർജിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ഒക്കെ നടന്ന ഒരു മൂവ്മെന്റ് ആണ്.
അപ്പോൾ ഈ ലിറ്റർജിക്കൽ മൂവ്മെന്റ് നടന്നിരുന്നത് കൊണ്ട് ആൾക്കാർക്കും അല്ലെങ്കിൽ സഭയില് ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യം ഓൾറെഡി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ലിറ്റർജിക്കൽ മൂവ്മെന്റ് അത് പ്രധാനമായിട്ടും ആരംഭിച്ചത് വെസ്റ്റ് യൂറോപ്പിലാണ്, പ്രത്യേകിച്ച് ഫ്രാൻസില്, ജർമ്മനിയില്, ബെൽജിയത്ത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ലിറ്റർജിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ പരാമർശിക്കപ്പെടുന്ന രാജ്യങ്ങൾ. അതും ആശ്രമങ്ങളിലാണ്, പ്രത്യേകിച്ച് ബെനഡിക്റ്റൈൻ ആശ്രമത്തിലാണ് ഇതൊക്കെ ആരംഭിച്ചത് എന്നുള്ളതാണ് പണ്ഡിതരുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ 10ാം പിയൂസ് മാർപ്പാപ്പായും 12ാം പിയൂസ് മാർപ്പാപ്പായും ഇതിന് വളരെയധികം പ്രോത്സാഹനം നൽകിയ മാർപ്പാപ്പമാരാണ്. 12ാം പിയൂസ് മാർപ്പാപ്പയുടെ ഒരു ശ്ലൈഹിക പ്രബോധനം തന്നെയുണ്ട്, മീഡിയാത്തോർ ദൈ, മീഡിയാത്തോർ, മീഡിയേറ്റർ, മീഡിയേറ്റിംഗ് ഗോഡ് എന്നുള്ള അർത്ഥത്തിലാണത് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ 1-2 കാര്യങ്ങളുടെ മനസ്സിലാക്കിയാല് ഈ ഏർലി മൊണാസ്റ്റിക്, ഇതിന് 3 ഫേസുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ഏർലി മൊണാസ്റ്റിക് ഫേസ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ 19th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറി, അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th സെഞ്ചുറി. പിന്നീട് നമ്മളെ കൗൺസിൽ വരുന്ന കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിൽ വരുന്നതായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ അതിനൊക്കെ നേതൃത്വം നൽകിയ പലരുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഇതിന് 3 തലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഒന്നാമത്തത് ഈ ഇയർലി മൊണാസ്റ്റിക് ഫേസ് ആണ് ഒന്ന്. രണ്ടാമത്തത് ഒരു പാസ്റ്ററൽ ഫേസ് ആണ്, അത് 20th സെഞ്ചുറിയിലാണ്. പാസ്റ്ററൽ, അജപാലനപരമായിട്ടുള്ള തലം, അല്ലെങ്കിൽ അത് വിശ്വാസികളുടെ ഇടയിലേക്കും ഇടവകകളിലേക്കുമൊക്കെ നയിക്കപ്പെടുന്ന ഒരു തലം, അതാണ് അജപാലനപരമായ തലം എന്നൊക്കെ പറയുന്നത്. ആദ്യത്തേത് ഈ മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റികളിലായിരുന്നെങ്കിൽ, മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് പാരിഷ് തലത്തിലേക്ക് പോയതാണ്, ഇടവക തലത്തിലേക്ക് പോയതാണ്. ബൈബിളിനും ഇടവക സമൂഹത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇവിടെ നമ്മൾ ഒത്തിരി പേരുടെ പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആരാധനാക്രമത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിലും കേൾക്കുന്ന ഒരു പേരാണ് റൊമാനോ ഗൊർദീനി. അദ്ദേഹം ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനും ഈ പറഞ്ഞ ആശ്രമവാസിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി. ഈ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥമൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി അതേ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്നൊക്കെ പറഞ്ഞു. അതേ ടൈറ്റിൽ തന്നെ, അത് ഈ കാലഘട്ടത്തിൻ്റെതാണ്. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനും ആരാധനാക്രമത്തെ കുറിച്ചുള്ള ശ്ലൈഹിക സഭയുടെ 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനത്തിനുമൊക്കെ ഒരു പശ്ചാത്തലം ഒരുക്കിയത് ഈ ലിറ്റർജിക്കൽ മൂവ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവരുദ്ദേശിച്ചിരുന്നതും അവർ പ്രഥമമായിട്ട് ലക്ഷ്യം വെച്ചതും വിശ്വാസികളുടെ സജീവമായ പങ്കാളിത്തത്തിന്, വെറുതെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ആദ്യകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയുടെ തലത്തിൽ പറഞ്ഞാൽ സുറിയാനിയിൽ കുർബാനയൊക്കെ അർപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പലതും മനസ്സിലാകുകയില്ലായിരുന്നപ്പോഴും അവരെന്ത് ചെയ്തു? അവര് മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു, പ്രാർത്ഥനയിൽ തന്നെ കൊന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവര് കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ പക്ഷെ അപ്പൊ അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു സംഭാവന എന്ന് പറയുന്നതും ഈ വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് ആരാധന മാറ്റുന്നതിന് പ്രോത്സാഹനം നൽകി. നമ്മുടെ മലയാളത്തിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു 62-ലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങള് ഈ പറഞ്ഞ കൗൺസിലിലൂടെ അല്ലെങ്കിൽ സാക്രോസാന്ത് കൊഞ്ചീലിയത്തിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ എന്തുകൊണ്ട് ആരാധനാക്രമം അല്ലെങ്കിൽ ആരാധന സഭയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യമാകുന്നു എന്നുള്ളതിന് ഇവിടെ മാർപ്പാപ്പമാര് നമുക്ക് അല്ലെങ്കിൽ ശ്ലൈഹിക പ്രബോധനങ്ങൾ നമുക്ക് ഉത്തരം കാണാനായിട്ട് സാധിക്കും. ഞാൻ ഡോക്യുമെന്റിലേക്ക് പോകുന്നില്ല, കാരണം അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പിന്നീട് പഠിച്ചുകൊള്ളും. ഏതായാലും the primary and indispensable source from which the faithful are to derive the true Christian spirit, നമ്മുടെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ യഥാർത്ഥ ഉറവിടം, അതിനെ
ഇവിടെ പ്രാർത്ഥനയിലോ ആമുഖത്തിലോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആരാധനയാണ് എന്തിന്റെ നമ്മുടെ ഉറവിടവും ഉച്ചകോടിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫണ്ടമെന്റൽ ആണ് എന്ന് പറയുന്നത് കാരണമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം സാധൂകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റില് ഡെസിഡെരിയോ ഡെസിഡെരാവിയിൽ മാർപ്പാപ്പ ഈ പരിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതും ഈ വൈ ലിറ്റർജി ഈസ് ഫണ്ടമെന്റൽ എന്നുള്ള കാര്യത്തിന് നമുക്ക് വെളിച്ചം നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് മാർപ്പാപ്പയുടെ തന്നെ. അത് വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയെ കോട്ട് ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്. ദ ലിറ്റർജി ഈസ് ദ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഡിവൈൻ കമ്മ്യൂണിയൻ. ദൈവത്തോട് നമ്മളെ ഐക്യപ്പെടുത്തുന്ന ആദ്യ ഉറവിടമാണ്. ഇൻ വിച്ച് ഗോഡ് ഷെയർസ് ഹിസ് ഓൺ ലൈഫ് വിത്ത് അസ്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫസ്റ്റ് സ്കൂൾ ഓഫ് സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ പാഠശാല ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫസ്റ്റ് സ്കൂൾ ഓഫ് ദി സ്പിരിച്വൽ ലൈഫ്. എന്നിട്ട് പറയുകയാണ്, ദ ലിറ്റർജി ഈസ് ദ ഫസ്റ്റ് ഗിഫ്റ്റ് വി മസ്റ്റ് മേക്ക് ടു ദ ക്രിസ്ത്യൻ പീപ്പിൾ. നമുക്ക് വിശ്വാസികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യ സമ്മാനം, ആദ്യ ഗിഫ്റ്റ് എന്ന് പറയുന്നതും ഈ ആരാധനയാണ് എന്ന് പറയുകയാണ്, ലിറ്റർജിയാണ്. എന്നിട്ട് പറയാണ്, ക്രിസ്ത്യൻ പീപ്പിൾ യുണൈറ്റഡ് ടു അസ് ബൈ ഫെയ്ത്ത്. അപ്പോൾ പിന്നെ ഒരു കാര്യം, അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരാധന എന്ന് പറയുന്നത് വിശ്വാസിയുടേതാണ്. ആരാധന അവിശ്വാസിക്കുള്ളതല്ല. ആരാധന എപ്പോഴും വിശ്വാസിയുടേതാണ്. അത് നമ്മുടെ കുർബാനയുടെ, നമ്മുടെ എന്ന് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പല സമൂഹങ്ങളിൽ പെട്ടവർ കാണുമായിരിക്കും, അല്ലെ പല വ്യക്തിഗത സഭയിലുള്ളവരും ഉണ്ടാകാമെന്ന് ഞാൻ ഒരു സംശയിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. സിറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ അതിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങൾ ഇതിനോട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏതാ? ലിറ്റർജി ഓഫ് ദ വേർഡും ലിറ്റർജി ഓഫ് ദ യൂക്കരിസ്റ്റും എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മുടെ ലിറ്റർജി ഓഫ് ദ വേർഡ് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അനാഫ്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഡീക്കൻ വിശ്വാസികൾക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ പങ്കെടുക്കുന്നവർക്ക്, പാർട്ടിസിപ്പൻസിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് രണ്ട് ക്രമത്തിലും നമ്മുടെ രീതിയിൽ നമ്മുടെ കുർബാന ടെസ്റ്റിൽ കിടപ്പുണ്ട്. വിശ്വാസികളല്ലാത്തവർ പുറത്തു പോകട്ടെ എന്നൊക്കെയുള്ള ഒരു ശൈലിയുണ്ട്. അതല്ലാതെ ജീവന്റെ അടയാളത്താൽ മുദ്രിതരായവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളട്ടെ എന്ന് ഒരു ഡീക്കൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ലിറ്റർജി ഓഫ് ദ യൂക്കരിസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപാണ് ആ ഡീക്കന്റെ അനൗൺസ്മെന്റ്. ലിറ്റർജി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് അത് എല്ലാവർക്കും ഓപ്പൺ ആണ്. ആർക്കും അതിൽ അറ്റൻഡ് ചെയ്യാം, അവിശ്വാസിക്കും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവരാണ് അപ്പത്തിന്റെ മേശയിൽ വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, സഭയുടെ അല്ലെങ്കിൽ ഈ ആരാധനാക്രമത്തെക്കുറിച്ചും പൗരസ്ത്യ സഭകളുടെ സവിശേഷതകളെ കുറിച്ചും ഒക്കെ പറയുന്ന മറ്റൊരു ശ്ലൈഹിക പ്രബോധനമാണ് ഓറിയന്താലെ ലൂമൻ എന്ന് പറയും. കിഴക്കിന്റെ വെളിച്ചം, ഓറിയന്താലെ ലൂമൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 96-ലോ 94-ലോ ആണ് നമുക്കത് കിട്ടിയത്, നമുക്ക് നൽകപ്പെട്ടത്. അപ്പോൾ ഓറിയന്താൽ, കിഴക്കിന്റെ വെളിച്ചം എന്നാണ് മലയാളം. ആ കിഴക്കിന്റെ വെളിച്ചത്തിൽ പറയുന്നത് നമ്മുടെ ക്രൈസ്തവ ജീവിതം രണ്ട് മേശകൾക്കിടയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം എന്നാണ് പറയുന്നത്. രണ്ട് മേശകൾക്കിടയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം. എന്താണ് ആ മേശ? ലിറ്റർജി, ടേബിൾ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ടേബിൾ ഓഫ് ദ യൂക്കരിസ്റ്റ് എന്നുള്ളതാണ്. വചനത്തിന്റെ മേശയും അപ്പത്തിന്റെ മേശയും. നിങ്ങൾ പൊതുവായിട്ട് ഇതിനോടകം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുർബാനയുടെ രണ്ട് ഇത് പറഞ്ഞല്ലോ, രണ്ട് വലിയ വചനം പ്രഘോഷിക്കപ്പെടുന്നത് ബേമയിലാണെന്ന് നമ്മൾ പറയും നമ്മുടെ ഇപ്പോഴത്തെ ഇതില്. അപ്പോൾ അവിടെ അത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവരാണ് അപ്പത്തിന്റെ മേശ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പത്തിന്റെ മേശ ആർക്കുള്ളതാണ്? വിശ്വാസിക്കുള്ളതാണ്, അവിശ്വാസിക്കുള്ളതല്ല, വിശ്വാസിക്കുള്ളതാണ്. അപ്പോൾ അതും
നമ്മുടെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് മാർപ്പാപ്പ പറയുന്ന മറ്റൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് മാർപ്പാപ്പ പറയും, ഈ ശരിയായിട്ടുള്ള പ്രബോധനം നമുക്ക് ആവശ്യമാണ്. ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ശരിയായ പ്രബോധനം നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് ഇന്ന് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും അർപ്പിക്കപ്പെടുന്ന ആരാധനയുടെ പൊരുൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് ഒത്തിരി പോരായ്മകളുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയും, there is an indispensable need for serious and vital liturgical formation. ഒഴിച്ചുകൂടാനാവാത്ത, അതും വളരെ സീരിയസ് ആയിട്ടുള്ളതും വൈറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ജീവാത്മകമായിട്ടോ ഉള്ളതുമായിട്ടുള്ള ഒരു ആരാധനാക്രമ പരിശീലനം നമുക്ക് ആവശ്യമുണ്ട്, ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട് എന്നാണ് മാർപ്പാപ്പ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അത് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചാൽ, ഒരുപക്ഷെ 2022 നൽകപ്പെട്ട ഈ ഡോക്യുമെന്റ് നമ്മുടെ സീറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തിൽ കൂടി നൽകപ്പെട്ടതാണ് എന്ന് ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. കാരണം മാർപ്പാപ്പ പറയുന്ന നമ്മുടെ ഒരു പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയേണ്ട കാര്യമില്ല. കാരണം മാർപ്പാപ്പ പറയുക, ഇങ്ങനെ സീരിയസും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഒരു പരിശീലനം, വൈറ്റൽ ലിറ്റർജിക്കൽ ഫോർമേഷൻ ആവശ്യമുണ്ട്. കാരണം എന്താണ്? മോഡേൺ പീപ്പിൾ have lost the capacity to engage with the symbolic action, which is an essential trait of the liturgical act. അപ്പോൾ ആരാധനാക്രമമാകുന്ന പ്രവൃത്തി അത് മനുഷ്യന്റെ പ്രവൃത്തി അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഈ പ്രവൃത്തിയിൽ ഉപകരണങ്ങളായിട്ട് നിൽക്കുന്നവരാണ് മനുഷ്യര്, കാർമ്മികര്, പുരോഹിതര് ഒക്കെ. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഒഴിച്ചുകൂടാനാവാത്തതും സീരിയസ് ആയിട്ടുള്ളതും വൈറ്റൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ലിറ്റർജിക്കൽ ഫോർമേഷൻ നമുക്ക് ആവശ്യമാണ്. കാരണം മോഡേൺ പീപ്പിൾ എന്നോ ഇന്നത്തെ മനുഷ്യരെന്നോ നമുക്കിടാം, നോട്ട് ഇൻ ഓൾ കൾച്ചേഴ്സ് ടു ദ സെയിം ഡിഗ്രി. അത് മാർപ്പാപ്പ അങ്ങനെ ഒരു ഹൈഫനിട്ട് പറയുകയാണ്. എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഒരുപോലെയാണെന്നും നമ്മൾ പറയുന്നില്ല, അല്ലെ? മാർപ്പാപ്പ പറയുന്നില്ലെന്ന് മാർപ്പാപ്പ അംഗീകരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോഡേൺ പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദ കപ്പാസിറ്റി ടു എൻഗേജ് വിത്ത് സിംബോളിക് ആക്ഷൻ വിച്ച് ഈസ് ആൻ എസെൻഷ്യൽ ട്രേറ്റ് ഓഫ് ദ ലിറ്റർജിക്കൽ ആക്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താവശ്യമുണ്ട്? നമുക്കൊരു ആരാധനാക്രമ പരിശീലനത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സാക്രോസാന്തും കൊഞ്ചീലിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധന രേഖകൾ, ശ്ലൈഹിക പ്രബോധനങ്ങൾ പഠിക്കാനായിട്ടുള്ള നിങ്ങളുടെ താല്പര്യത്തെ പ്രതി ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ നൽകുന്നത് സാക്രോസാന്തം കൊഞ്ചീലിയും പഠിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്നത് എന്താണ്? മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ആഹ്വാനത്തിന് നിങ്ങൾ ഉത്തരം നൽകുകയാണ്. വൈറ്റലായിട്ടുള്ളതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഈ ആരാധനാക്രമ പരിശീലനമാണ് നിങ്ങൾ ഇതിലൂടെ നേടുന്നത് എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നിട്ട് മാർപ്പാപ്പ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഹൗ ഡു വി റിക്കവർ ദ കപ്പാസിറ്റി ടു ലീവ് കംപ്ലീറ്റ്ലി ദ ലിറ്റർജിക്കൽ ആക്ഷൻ? അപ്പൊ നമുക്ക് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആഘോഷിക്കപ്പെടുന്ന, അനുസ്മരിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ ആരാധന അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം അടയാളങ്ങളും പ്രതീകങ്ങളും അതിന്റെ ചൈതന്യത്തിൽ, അതിന്റെ അർത്ഥം തലങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. അതുകൊണ്ടൊക്കെയാണ് മാർപ്പാപ്പ പറയുന്നത്, ഇതിനൊന്നും നമുക്കിന്ന് സമയമില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് നമുക്ക് വി ഹാവ് ലോസ്റ്റ് ദ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നു.
എന്നിട്ട് പറയാ ഹൗ ഡു വി റിക്കവർ ദ കപ്പാസിറ്റി. എന്നിട്ടാണ് മാർപ്പാപ്പ പറയുന്നത് ഈ ലിറ്റർജിയുടെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് മാർപ്പാപ്പ അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പാരഗ്രാഫ് 31 മാർപ്പാപ്പ പറയും, ഇന്നത്തെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനം കൂടിയാണ് ഈ പാരഗ്രാഫ് 31. മാർപ്പാപ്പ പറയും, the problems connected to liturgy is primarily ecclesiological. നമ്മുടെ ആമുഖ പ്രാർത്ഥനയിലും ആമുഖ ഇൻട്രൊഡക്ഷനിലും എല്ലാം പറഞ്ഞൊരു കാര്യമാണ് സഭയുടെ പ്രബോധനം മനസ്സിലാക്കുക. വ്യക്തികൾ പഠിപ്പിക്കുന്നതും പറയുന്നതുമല്ല, സഭയുടെ പ്രബോധനം മനസ്സിലാക്കാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. സഭയുടെ പ്രബോധനം മനസ്സിലാക്കാത്തത് കൊണ്ടും അനുധാവനം ചെയ്യാത്തത് കൊണ്ടുമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ, ചില പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് തന്നെ മാർപ്പാപ്പ പറയുകയാണ്, the problems connected to liturgy is not merely liturgical, it is primarily ecclesiological. ഇന്നത്തെ ആരാധനാക്രമത്തോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും എന്താണ്, അത് ഈ ലിറ്റർജിയോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതോ ലിറ്റർജിയുടെ തലത്തിൽ മാത്രം ഒതുക്കാവുന്നതോ അല്ല. അത് സഭയുടെ അടിസ്ഥാന സവിശേഷതയും സഭയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യത്തിന്റെ കുറവും എല്ലാമാണ്. അതാണ് ഒരുപക്ഷെ നിങ്ങൾ ലൂമൻ ജയൻസിയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത് ഈ സഭയെക്കുറിച്ചാണ്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഇറ്റ് ഈസ് ബേസിക്കലി എക്ലേസിയോളജിക്കൽ. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയും താല്പര്യമുള്ളവരോട് ഞാൻ ആ പാരഗ്രാഫ് പറഞ്ഞേക്കാം. ദെസിഡെരിയോ ദെസിഡെരാവി 31 മാർപ്പാപ്പ പറയുക, ഡിഫറെന്റ് ടേസ്റ്റ് കൺസേണിങ് എ പർട്ടിക്കുലർ. മാർപ്പാപ്പ പറയുന്നതാണ്, in this context, Holy Father categorically states that to read the contemporary tensions regarding the celebration of liturgy as a simple divergence between different tastes concerning a particular ritual form would be trivial. അത് ഈ ലിറ്റർജിയോട് സംബന്ധിക്കുന്ന ഇന്നത്തെ പ്രശ്നം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്, ടെൻഷൻ എന്നൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ വിവാദം എന്നൊക്കെ പറയുന്നത് ഒരു വ്യത്യസ്തമായ അഭിരുചികളുടെ ഒരു ഡൈവേർജൻസ് ആണെന്ന് മനസ്സിലാക്കരുത്. അതോടൊപ്പം തന്നെ പറയുകയാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീച്വലിനെ കുറിച്ചുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാക്കരുത്. ഇറ്റ് ഈസ് ഫോർ ഹിം ദ പ്രൊബ്ലമാറ്റിക് ഈസ് പ്രൈമർലി എക്ലേസിയോളജിക്കൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം വീണ്ടും പറഞ്ഞാൽ, ഇത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. സഭയുടെ ആരാധനാക്രമത്തെ കുറിച്ചുള്ള പ്രബോധനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനാണ്. അപ്പൊ നമ്മൾ അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാരണം ഈ ലിറ്റർജിക്കൽ ക്രൈസിസ് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് ധാരാളമുണ്ട്. യൂറോപ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലും അത് ഉണ്ടായി എന്നുള്ളത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. നമുക്ക് മുൻപേ യൂറോപ്പിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഓക്കെ, അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഇൻ ദ പ്രസന്റ് ലിറ്റർജിക്കൽ ക്രൈസിസ് Holy Father sees a dichotomy because he does not understand how it is possible to say that one recognizes the validity of the council and at the same time not accept the liturgical reform. അപ്പോൾ കൗൺസിലിന്റെ പ്രബോധനം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ കൗൺസിൽ കൊണ്ടുവന്ന റീഫോംസും അംഗീകരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നിട്ട് മാർപ്പാപ്പ പറയുന്ന 1-2 കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിച്ച് 2 പോയിന്റോട് കൂടി പിന്നീട് തീർക്കാവുന്നതാണ്. ആരാധനാക്രമം ഒരു ഓർമ്മയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആരാധനാക്രമം ഓർമ്മയാണ്. അപ്പോൾ ലിറ്റർജി ഈസ് എ സെലിബ്രേഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മുടെ കുർബാന നിങ്ങൾ നോക്കിയാലോ, ഐ മീൻ നമ്മൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സിറ മലബാർ കുർബാനയുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കുർബാന ആദ്യ അന്തം ഓർമ്മയാണ്. അന്നാ പെസഹ തിരുനാളിൽ എന്ന് തുടങ്ങുന്ന കൽപ്പനയോടുകൂടി തന്നെ
അവസാനം നമ്മളോട് കർത്താവിന്റെ കൽപ്പനയും കർത്താവിടെ വെച്ച് പ്രാർത്ഥനയും എല്ലാം ആവർത്തിച്ചാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നതും. അപ്പോൾ ആദ്യ അന്തം ഓർമ്മയാണെന്ന് നമുക്ക് പറയാം. അവിടെ ഞാന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഈ ആരാധനാക്രമത്തിലോട്ട് നിങ്ങളെ ഒരിക്കൽ കൂടി പരിശ്രമിക്കുകയാണ്. മാർപ്പാപ്പ പറയും, മാർപ്പാപ്പയുടെ സ്വന്തമായിട്ടുള്ള ആദ്യത്തെ ശ്ലൈഹിക പ്രബോധനം എന്ന് പറയാവുന്നതും ഒരു സിനഡ് അനന്തര പ്രബോധനവുമായിട്ടുള്ള സുവിശേഷത്തിന്റെ ആനന്ദം, അതിന്റെ 13ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. ക്രിസ്ത്യാനി ആരാണ് എന്നുള്ളത്. ഹു ഈസ് എ ബിലീവർ? അവിടെ നമ്മൾ ബിലീവർ എന്നുള്ളതിന് നമ്മൾ ക്രിസ്ത്യാനി എന്നിടുന്നു. അപ്പോൾ ക്രിസ്ത്യാനി ആരാണെന്നുള്ള മാർപ്പാപ്പ ചോദ്യം ചോദിച്ചിട്ട് മാർപ്പാപ്പ പറയുന്ന ഉത്തരം ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണ്. മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ എന്തെല്ലാം ദൈവശാസ്ത്രപരമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാം ക്രിസ്ത്യാനി ആരാണെന്നുള്ളതിന്. പക്ഷെ മാർപ്പാപ്പ നൽകുന്ന ഉത്തരം വളരെ സിമ്പിൾ ആണ്, ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെന്ന് പറഞ്ഞു. നമ്മൾ അല്പം ഞാനൊന്ന് പറഞ്ഞതാണ്, അനംനേസിസ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തത്. ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെങ്കിൽ ആ പ്രസ്താവന നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണ് എന്നുള്ളതാണ് പ്രസക്തം. എന്താണ് ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നത്? എ ബിലീവർ ഈസ് വൺ ഹു റിമെമ്പേഴ്സ് എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ഈ ബിലീവർ എന്താണ് ഓർമ്മിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. അവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നത് ഈ രക്ഷാകരമായിട്ടുള്ള ചരിത്രമാണ്, രക്ഷാകരമായിട്ടുള്ള ബലിയാണ്. അതാണ് സത്യത്തിൽ സഭയുടെ ആരാധനയിൽ നടക്കുന്നത്. ഈ ഓർമ്മയുടെ ആഘോഷം, കൈമാറ്റം, പങ്കാളിത്തം, സെലിബ്രേഷൻ, ഇതൊക്കെയാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെങ്കിൽ അവൻ എന്താണ് ഓർമ്മിക്കുന്നത്? അവൻ കർത്താവ് അവന് വേണ്ടി തയ്യാറാക്കിയ രക്ഷയുടെ പദ്ധതിയാണ് അവൻ ഓർമ്മിക്കുന്നത്. ആ രക്ഷാകര ചരിത്രം, രക്ഷാകര രഹസ്യങ്ങൾ, അതിന്റെ പൂർണ്ണതയും പൂർത്തീകരണവും കർത്താവിന്റെ പെസഹ രഹസ്യത്തിലാണ്, പുത്രൻ തമ്പുരാന്റെ പെസഹ രഹസ്യം. അപ്പോൾ ഈ പെസഹ രഹസ്യത്തിന്റെയും ഓർമ്മയും കൈമാറ്റവും ആഘോഷവും അനുസ്മരണവും എല്ലാമാണ് ആരാധനാക്രമം, ആരാധന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞതിന് ഉത്തരം അതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് മാർപ്പാപ്പ ക്രിസ്ത്യാനിയെ ഈ ഓർമ്മിക്കുന്നവനാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന കാര്യമാണ് ഈ ഓർമ്മയും, ഓർമ്മയുടെ ആഘോഷവും, ഓർമ്മയുടെ അനുസ്മരണവും. ഓർമ്മയുടെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ ആവർത്തനമായിട്ട് തോന്നാമെങ്കിലും അതോടൊപ്പം തന്നെ ഓർമ്മയുടെ കൈമാറ്റവും. അതുകൊണ്ടാണ് അടുത്ത തലമുറയിലേക്ക് നമ്മൾ ഈ വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ കൈമാറുകയാണ് ഈ ആഘോഷത്തിലൂടെ. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. അതോടൊപ്പം ഈ ഓർമ്മ നമ്മളിൽ സജീവമായിട്ട് നിലനിർത്തുന്നതാണ് ആരാധനാക്രമ വത്സരങ്ങൾ. അപ്പോൾ ഓർമ്മിക്കുന്നവനും ഓർമ്മയാഘോഷിക്കുന്നവനും ഓർമ്മ കൈമാറുന്നവനും ഒക്കെയാണ് ക്രിസ്ത്യാനിയെങ്കിൽ, ഈ ഓർമ്മ ആഘോഷിക്കാനും ഈ ഓർമ്മ കൈമാറാനും ഈ ഓർമ്മ സജീവമായിട്ട് നിലനിർത്താനുമെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ആരാധനാ വത്സരങ്ങൾ. അപ്പൊ നമ്മൾ സാക്രോസാന്ത് കൊൺചീലിയത്തിൽ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ്. ഈ ആരാധനാക്രമ വത്സരത്തെ കുറിച്ചുള്ള പ്രബോധനം നമുക്ക് നൽകപ്പെടുന്നുണ്ട്. നമ്മുടെ നമസ്കാരമുണ്ട്. നിങ്ങള് പരിചയപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ദേവാലയങ്ങളെല്ലാം പ്രത്യേകിച്ച് സപ്രാ നമസ്കാരമുണ്ട്. നമുക്ക് 7 നേരത്തെ നമസ്കാരം നമുക്കുള്ളത്. നമ്മൾ പ്രഭാത പ്രാർത്ഥന മാത്രമാണ് ചെല്ലുന്നത്. ചിലയിടത്തെല്ലാം റംശ, വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പ്രത്യേകിച്ച് റംശ നമസ്കാരം നമ്മൾ ചെല്ലും, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ലെലിയ ചെല്ലും. പക്ഷെ നമ്മുടെ വിശ്വാസികൾക്ക് കൂടുതലും പരിചയമുള്ളത് നമുക്ക് സപ്ര മാത്രമായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ നിങ്ങളിങ്ങനെ ദൈവശാസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരായിട്ട് നിങ്ങളെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെങ്കിൽ, ആരാധന ഓർമ്മയാണെങ്കിൽ, ഈ ഓർമ്മ സജീവമായിട്ട് നമ്മൾ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്
നമ്മുടെ 9 ആരാധനാക്രമ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ആരാധനാ വത്സരങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമ്മള് നവംബർ മാസം 30-ാം തീയതി പുതിയ ആരാധനാ വത്സരത്തിലേക്ക് പ്രവേശിച്ചു. മംഗളവാർത്ത കാലഘട്ടത്തോടുകൂടി മംഗളവാർത്ത കാലഘട്ടത്തെ ആരംഭിച്ച് പള്ളിക്കുദാശ കാലഘട്ടത്തിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ രക്ഷാകര ചരിത്രത്തിന്റെ അനുസ്മരണവും ആഘോഷവും കൈമാറ്റവും എല്ലാം നമ്മൾ ഒരു ചക്രം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ, മാർപ്പാപ്പ ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അവന് ഈ ഓർമ്മ നിലനിർത്താനും കൈമാറാനും ആഘോഷിക്കാനും അവനെ സഹായിക്കുന്നതാണ് ആരാധനാക്രമ വത്സരങ്ങൾ, ആരാധനാക്രമ കാലഘട്ടങ്ങൾ. അപ്പോൾ എന്നിട്ട് അവിടെ പറയുന്ന കാര്യമോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ പറയുമല്ലോ, അല്ലെങ്കിൽ സഭയുടെ ആരാധനാക്രമ അധിഷ്ഠിത ആധ്യാത്മികത, ആരാധനാക്രമ അധിഷ്ഠിത ദൈവശാസ്ത്രം എന്നൊക്കെ നിങ്ങൾ ലിറ്റർജിക്കൽ തിയോളജി, ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ പൗരസ്ത്യ സഭകളുടെ ഒരു സവിശേഷതയാണ് ഈ പറഞ്ഞ ആരാധനാക്രമ അധിഷ്ഠിത ആധ്യാത്മികതയും ആരാധനാക്രമ അധിഷ്ഠിത ദൈവശാസ്ത്രവും എല്ലാം നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെയും നമ്മുടെ ആധ്യാത്മികതയുടെയും ഒക്കെയുള്ള ഒരു സവിശേഷതയാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ സാക്രോസാന്തും കൊഞ്ചീലിയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യവും അതൊക്കെ തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ നമുക്ക് ലിറ്റർജി നമ്മൾ പഠിക്കുമ്പോൾ ലിറ്റർജിയെ കുറിച്ച് മാർപ്പാപ്പ ഈ പറഞ്ഞ ശ്ലൈക പ്രബോധനത്തിൽ തന്നെ നമ്മളോട് പറയുന്ന 2 കാര്യമുണ്ട്. ഫോർമേഷൻ ഫോർ ദ ലിറ്റർജിയും ഫോർമേഷൻ ബൈ ദ ലിറ്റർജിയും. ആരാധനാക്രമം ശരിയായിട്ട് അനുഷ്ഠിക്കാനും ആരാധനാക്രമത്തിന്റെ പൊരുൾ മനസ്സിലാക്കാനും പ്രതീകങ്ങളും അടയാളങ്ങളും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ വേണ്ട ഒരു പരിശീലനമുണ്ട്. അതാണ് ഫോർമേഷൻ ഫോർ ദ ലിറ്റർജി. ഇപ്പൊ നിങ്ങൾ സാക്രോസാന്തും കൊഞ്ചീലിയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം ഫോർമേഷൻ ഫോർ ലിറ്റർജിയാണ്. ഫോർമേഷൻ ഫോർ ദ ലിറ്റർജി. ഇനി ആരാധനയിൽ പങ്കെടുക്കുന്നവർ തന്നെ, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരോ മറ്റാരാധനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവരോ ആ പങ്കാളിത്തത്തിലൂടെ നേടുന്ന മറ്റൊരു പരിശീലനമുണ്ട്. ആരാധനാക്രമം തന്നെ പരിശീലനം നൽകുന്നതാണ്, അല്ലെങ്കിൽ സെലിബ്രേഷൻ ഇറ്റ് സെൽഫ് ഈസ് ഫോർമേറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് ഫോർമേഷൻ ഫോർ ദ ലിറ്റർജിയും ഫോർമേഷൻ ബൈ ദ ലിറ്റർജിയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ലിറ്റർജി എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ, ഒരു സഭയുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്ന 4 ഘടകങ്ങളുണ്ട്. അതായത് അതൊരുപക്ഷെ നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കും. ഏതായാലും ഞാനൊന്ന് പറഞ്ഞേക്കാം, ചുരുക്കമായിട്ട് പറഞ്ഞേക്കാം. കത്തോലിക്ക കൂട്ടായ്മയിൽ 24 സഭകളുണ്ട്. കത്തോലിക്ക കൂട്ടായ്മയിൽ 24 സഭകൾ. ഈ 24 സഭകൾക്കും 3 കാര്യങ്ങളിൽ ഐക്യം. ഈ 24 സഭകളും കർത്താവിൽ വിശ്വസിക്കുന്നു, 7 കൂദാശകൾ അംഗീകരിക്കുന്നു, മാർപ്പാപ്പായെ അംഗീകരിക്കുന്നു. അപ്പോൾ 7 കൂദാശകൾ സ്വീകരിച്ചു, വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഒരാൾ കത്തോലിക്കനാകുന്നില്ല, മാർപ്പാപ്പായെ അംഗീകരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭാംഗങ്ങളും യാക്കോബ സഭാംഗങ്ങളും മറ്റു കാര്യങ്ങളിലെല്ലാം നമ്മളോട് ഒരുപോലെയാണ്. അവര് ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോയതാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ വന്ന ഒരു കാര്യമാണെന്നോ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവർ മാർപ്പാപ്പായെ അംഗീകരിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ബാക്കി 2 കാര്യങ്ങളിലും അവർ തുല്യത. പക്ഷേ ഈ 3 കാര്യങ്ങളിൽ തുല്യതയുണ്ട് കത്തോലിക്കർക്ക്. ഏത്? വിശ്വാസം, കൂദാശകൾ, മാർപ്പാപ്പ. പക്ഷെ 4 കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. കത്തോലിക്ക കൂട്ടായ്മയിലെ 24 സഭകളും തമ്മിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഈ 4 കാര്യങ്ങളിൽ. അതേതൊക്കെയാണ്? ആരാധനാക്രമം, ആധ്യാത്മികത, ദൈവശാസ്ത്രം, ഭരണക്രമം അല്ലെങ്കിൽ ഹൈറാർക്കി, ഭരണക്രമം, ഡിസിപ്ലിൻ. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ അല്പസ്വല്പ വ്യത്യാസം
ലത്തീൻ സഭയും സീറോ മലങ്കര സഭയും സീറോ മലബാർ സഭയും തമ്മിൽ ഈ 4 കാര്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം. അപ്പോൾ അതാണ് ഒരു സഭയ്ക്ക് തനിമ നൽകുന്നത്, സ്വത്വം പ്രദാനം ചെയ്യുന്നത്. ഒരു സഭയുടെ സവിശേഷതയായിട്ടുള്ളത് ഈ 4 കാര്യങ്ങളാണ്. മറ്റു 3 കാര്യങ്ങൾ പൊതുവാണ്. അപ്പോൾ അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ലിറ്റർജി സീറോ മലബാർ സഭാംഗങ്ങൾ അതിന്റെ രീതിയിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും കൈമാറുകയും ചെയ്യണം. പൗരസ്ത്യ സഭയായിട്ടുള്ള സീറോ മലബാർ സഭ പൗരസ്ത്യ സഭകളുടെ സവിശേഷതകൾ പാലിച്ചുകൊണ്ട് ലിറ്റർജി ആഘോഷിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ലിറ്റർജിയുടെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ പാലിക്കണം, സഭ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണം എന്നൊക്കെ പറയുന്നതിന് പ്രസക്തി അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിഗത സഭയായിട്ട് നിൽക്കുന്നതിന് നമുക്ക് പ്രസക്തി വരില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മലങ്കര സഭയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു? നമ്മുടെ ആരാധനാക്രമത്തിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ ആത്മീയതയിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ ദൈവശാസ്ത്രത്തിൽ കുറെയൊക്കെ വ്യത്യാസമുണ്ട്, നമ്മുടെ ഭരണരീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് നിങ്ങളുടെ ക്ലാസ്സുകളിൽ ചർച്ച വരുമായിരിക്കാം. ഏതായാലും ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ് സീറോ മലബാർ സഭയുടെ പൈതൃകത്തിൽ കുർബാന അർപ്പിക്കപ്പെടുവാനും ആ കുർബാനയിൽ പങ്കെടുക്കുവാനുമുള്ള അവകാശം ഓരോ വിശ്വാസിക്കുമുള്ളതാണെന്ന് നമ്മളോട് സഭ പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിഷ്ഠ വയ്ക്കുവാനായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ വന്നിട്ടുള്ള ചരിത്രഗതിയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. അപ്പോൾ the identity of the church depends on these 4 factors. നമ്മുടെ തന്നെ ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ആരാധനാ സമൂഹം എന്നതാണ് നമ്മുടെ തനിമ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്തത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്സ് ആണ്. ലൂമൻ ജെൻസിയവും ദൈവർബും ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന സാക്രോസാന്തും കൊൺസീലിയും, അതോടൊപ്പം തന്നെ സഭ ആധുനിക ലോകത്തിലും. പക്ഷേ ഈ 16 ഡോക്യുമെന്റും പഠിക്കുമ്പോൾ സഭയുടെ ആരാധനാക്രമവും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ കാലികമായിട്ടുള്ള പ്രാധാന്യവും എല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾ പഠനത്തോടും സഭയോടും ദൈവശാസ്ത്രത്തോടും ഒക്കെ താല്പര്യമുള്ളവരായതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കും, എല്ലാം പഠിക്കും, സമയമെടുത്ത് പഠിക്കുവാണല്ലോ, 4 വർഷമായിട്ട് പഠിച്ചുകൊണ്ട് വരികയാണല്ലോ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ലൂമൻ ജാൻസിയം, സാക്രോസാന്തും കൊൺസീലിയും, ഓറിയന്താലും എക്ലേസിയാരും, യൂണിത്താത്തിസ് റെഡിന്റെ ഗ്രാസിയോ, ഈ 4 ഡോക്യുമെന്റും പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെന്ററി ആണ്. അവയെ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ആരാധനാക്രമത്തെക്കുറിച്ച് തന്നെ കാര്യമായിട്ട് പഠിക്കുമ്പോൾ സഭയെക്കുറിച്ച് പഠിക്കണം. സഭയിലാണ് ആരാധന, സഭയുടേതാണ് ആരാധന, എൻ്റെ സ്വന്തമല്ല ആരാധന. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു പൗരസ്ത്യ സഭയെന്ന നിലയിൽ ഓറിയന്താലും എക്ലേസിയാരും പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പൗരസ്ത്യ സഭാ അംഗങ്ങൾ നമുക്കുണ്ട്. അകത്തോലിക്ക പൗരസ്ത്യ സഭകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ തന്നെ ഓർത്തഡോക്സ് സഭകൾ, യാക്കോബായ സഭകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ചും സഭൈക്യത്തെക്കുറിച്ചും പറയുന്നതാണ്. ബാക്കി 3 നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കാം. UR അല്ലെങ്കിൽ യൂണിത്താത്തിസ് റിഡന്റെ ഗ്രാസിയോ എന്ന് പറയുന്നത് സഭൈക്യത്തെ കുറിച്ചുള്ള ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 4 പഠിക്കുകയും അവയുടെ പരസ്പര പൂരകത്വം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് തീർത്തേക്കാം. അതായത് ലൂമൻ ജാൻസി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു, അതിനെക്കുറിച്ച് വിശദീകരിക്കണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ചർച്ച് ആണ്. അതോടൊപ്പം തന്നെ സഭാമക്കളെ ദൈവത്തിന്റെ ജനമെന്ന് വിശേഷിപ്പിച്ച, ദൈവജനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു.
അപ്പം ഈ ദൈവജനമായിട്ടുള്ളവരാണ് സാക്രോസാന്തും കൊഞ്ചീലിയും അല്ലെങ്കിൽ വർഷിപ്പ് ലിറ്റർജിയിലേക്ക് വരുന്നത്. ഇനി ആ ലിറ്റർജി അനുഷ്ഠിക്കുമ്പോഴും സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും കൈമാറുമ്പോഴും അനുസ്മരിക്കുമ്പോഴും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൗരസ്ത്യരാണ്. കാരണം ആ പൗരസ്ത്യർ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചും പൗരസ്ത്യ ആധ്യാത്മികതയെക്കുറിച്ചും പൗരസ്ത്യ സഭകളുടെ സവിശേഷതകളെ കുറിച്ചും എല്ലാമാണ് ഓറിയന്താലും എക്ലേസിയാരും ഈസ്റ്റേൺ ചർച്ചസ് അത് നമ്മളോട് പറയുന്നത്. അപ്പൊ സിസ്റ്റർ ചർച്ചസിനെ കുറിച്ചുമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡോക്യുമെന്റിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈവൻ നമ്മുടെ ആരാധനാക്രമത്തിലും കാര്യങ്ങളിലുമൊക്കെ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ മറ്റ് അകത്തോലിക്ക പൗരസ്ത്യ സഭകളുടെ അവരുടെ മനസ്സും അവരുടെ ചരിത്രവും അവരുടെ പാരമ്പര്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടിയാണ് ഈ പറഞ്ഞ യൂണിത്താത്തിസ് റിഡൻഡെ ഗ്രാസിയോ നമ്മളെ ഓർമ്മപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാക്രമത്തിൽ പോലും പെട്ടെന്ന് മാറ്റം വരുത്താനോ കാര്യങ്ങൾക്കോ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അത് സഭയുടെ പ്രബോധനം തന്നെയാണ്. എന്നിട്ട് പറയുന്നതാണ്, അങ്ങനെ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ ഈ അകത്തോലിക്ക പൗരസ്ത്യ വിശ്വാസികളുടെ മനസ്സിനെ കൂടെ അവരുടെ താല്പര്യത്തെ കൂടി പരിഗണിക്കണം. വെറുതെ എന്തെങ്കിലും കയറ്റി മാറ്റിവെച്ചാൽ പോരാ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 4 ഡോക്യുമെന്റും, അത് വിശദീകരിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് 4 ഡോക്യുമെന്റും പരസ്പര പൂരകമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ലിറ്റർജിയുടെ തന്നെ ചൈതന്യവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ അകത്തോലിക്ക പൗരസ്ത്യ സഭകളുടെ മനോഭാവങ്ങളും കാര്യങ്ങളും കൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 4 ഡോക്യുമെന്റും നിങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ മൂന്നാമത്തതായി ദൈവർഭം ഞാൻ റെഫർ പറഞ്ഞില്ല എങ്കിൽ തന്നെയും മറ്റ് 4 ഡോക്യുമെന്റ് പരസ്പര പൂരകമായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന 4 ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞത്, അവ നമ്മുടെ അനുദിന ജീവിതത്തോടും പ്രത്യേകിച്ച് നമ്മളെ ഭാരതത്തിലോ കേരളത്തിലോ ഒക്കെ ജീവിക്കുമ്പോൾ മറ്റ് അകത്തോലിക്ക സമൂഹങ്ങളും കത്തോലിക്ക സമൂഹങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇതിന്റെയൊക്കെയുള്ള പരസ്പര പൂരകത്വവും പരസ്പര വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോയതെങ്കിലും പറയാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഇതിനൊക്കെ താല്പര്യമുള്ളവരായതുകൊണ്ട് ഈ പറഞ്ഞ ഇത് കണ്ടോ, ഈ ഞാൻ പുസ്തകം കാണിക്കുന്നതൊക്കെ കാണാമായിരിക്കും അല്ലേ. അതായത് റോമൻ ഡോക്യുമെന്റ്സ് ഓൺ ദ സീറോ മലബാർ ലിറ്റർജി. ഇത് അത്യാവശ്യ രേഖകളല്ല. ഇത് 2000-ന് മുമ്പ് വന്നതാണ്. അതിനുശേഷമുള്ളത് പിന്നീട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവര് എന്ന് പറഞ്ഞാൽ കൂടുതൽ താല്പര്യമുള്ളവര് അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്കും ഒക്കെ പോകണം. അങ്ങനെയുള്ള ഡോക്യുമെന്റ്സും ഒക്കെ നമുക്കുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അരുണച്ചൻ ഇങ്ങനെ ഒരു സാധ്യത തന്നതിന് കടപ്പാട് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സാക്രോസാന്തും കൊഞ്ചീലിയും ഇതിന്റെ പഠനം ഏറ്റവും ഫലപ്രദമാകട്ടെ, ദൈവകൃപ നിറഞ്ഞതാകട്ടെ. നിങ്ങൾക്ക് അതിലൂടെ സഭയെ സ്നേഹിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും സഭയുടെ വിശ്വാസം കൈമാറാനും സഭയോട് ചേർന്ന് ചിന്തിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. അതില് ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു ചിന്തയുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കാണും, സെന്തീരക്കും എക്ലേസിയ. സഭയോടൊപ്പം ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ചിന്തിക്കാൻ മാത്രം പോരാ, ഫീൽ ചെയ്യണം. വി ഫീൽ വിത്ത് എന്നൊക്കെ നമ്മൾ പറയല്ലേ. അത് ഇഗ്നേഷ്യസ് ഓഫ് ലയോള തന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന് ചിലപ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സഭയിലോ അല്ലെങ്കിൽ ആരാധനക്രമ രംഗത്തോ ഒക്കെ പ്രശ്നമുള്ളത്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡോക്യുമെന്റും ഒക്കെ നിങ്ങൾ വായിക്കണം. ദെസിദെരിയോ ദെസിദെരാവി, അതൊക്കെ വായിച്ച് മിടുക്കരാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് അരുണച്ച. നിങ്ങൾക്ക് അരുണച്ചനോട് ചേർന്ന് ഇതിന് വേണ്ട ഓർഗനൈസേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദിയും അഭിനന്ദനവും എല്ലാം അറിയിച്ച് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആമേൻ. കർത്താവായ ഈശോയെ, to know the church, to love the church and to serve the church.
അങ്ങയുടെ സഭയെ അറിയുക, അങ്ങയുടെ സഭയെ സ്നേഹിക്കുക, അങ്ങയുടെ സഭയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങയെ തന്നെ ശുശ്രൂഷിക്കുക എന്നാണല്ലോ. അവിടുത്തെ സ്നേഹിക്കാനും അറിയാനും ശുശ്രൂഷിക്കാനും താല്പര്യപ്പെട്ട് പ്രവാചക ശബ്ദത്തിന്റെ ബാനറിൽ ഇവരൊരുമിച്ച് കൂടുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നതിനെ നീ അനുഗ്രഹിക്കണമേ. അതിന് നേതൃത്വം നൽകുന്ന അരുണച്ചനെയും അച്ഛൻ്റെ കൂടെയുള്ള എല്ലാവരെയും, ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഇവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ വിധത്തിലും ഇവിടുത്തെ കൃപയാല് ഇവരെ നിറയ്ക്കണമേ. ഇവിടുത്തെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ബോധ്യം ഇവർക്ക് നൽകണമേ. കാര്യങ്ങളെ ശരിയായിട്ടറിയുവാനും അറിയേണ്ട ഉറവിടങ്ങളിൽ നിന്നറിയുവാനും എല്ലാം ഇവർക്ക് എന്നും കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ മാധ്യസ്ഥവും ഞങ്ങളോടായിരിക്കട്ടെ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും റൂഹാദ കുദിശായുടെ സഹവാസവും സംരക്ഷണവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശരി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ സുനോദോസിന്റെ പ്രമാണരേഖകൾ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രമാണരേഖകൾ നമുക്കറിയാം. അത് അതിൽ 2 എണ്ണം നമ്മൾ പൂർത്തീകരിച്ചു. 3-ാമത്തേതിലേക്ക് പ്രവേശിക്കുകയാണ്. 2 എണ്ണം ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രം വിളിക്കപ്പെടുന്ന ദൈവ ആരാധനയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ പേര് സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം എന്നാണ്. സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം. സാക്രോ സാങ്ക്തും എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ എന്നാണ്. കൊഞ്ചീലിയം എന്ന് പറഞ്ഞാൽ കൗൺസിൽ. അതിപരിശുദ്ധ സുനോദോസ്. ഈ അതിപരിശുദ്ധ സുനോദോസ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ ഡോക്യുമെന്റ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ടൈറ്റിലിന് സാക്രോ സാങ്ക്തും കൊഞ്ചീലിയം എന്ന പേര് വന്നത്. അടിസ്ഥാനപരമായി വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് ദൈവ ആരാധനയെക്കുറിച്ച്, പരിശുദ്ധ സഭയുടെ പ്രാഥമിക ദൗത്യമാകുന്ന ദൈവാരാധനയെക്കുറിച്ച് സംസാരിക്കുന്ന ഡോക്യുമെന്റാണ്. ഞാനൊരു 2 മിനിറ്റ് ആമുഖം മാത്രം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് പൂർത്തീകരിക്കുക. 2 മിനിറ്റ് ആമുഖം മാത്രം പറഞ്ഞു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയം ലിറ്റർജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കേരള സഭയുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കേട്ടോ, നല്ല മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് കേരള സഭയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മലയാളികളായിരിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ. അടുത്ത കാലം പറഞ്ഞാൽ ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ലിറ്റർജി എന്ന് പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ പോലും അറിയാത്തവരായിരുന്നു കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്തൊക്കെ വരെയും അങ്ങനെയായിരുന്നു. ഏതാനും ആരാധനാക്രമപരമായ ആശയക്കുഴപ്പങ്ങളോ ഇച്ചിരി ഗൗരവമേറിയ ചർച്ചകളോ പ്രതിസന്ധികളോ ഉണ്ടായ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ഈ ആരാധനാക്രമം, ലിറ്റർജി എന്ന വാക്ക് വല്ലാതെ കേട്ടു തുടങ്ങി. അനേകം ആളുകൾ ആരാധനാക്രമത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആരാധനാക്രമത്തെക്കുറിച്ച് ധാരാളം ആളുകൾ എഴുതാൻ തുടങ്ങി. എല്ലാ വശത്തു നിന്നും, അതിന്റെ ശരിയായ വശത്തു നിന്നും ശരിയല്ലാത്ത വിധത്തിലും തങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ചൊക്കെ പല വിധത്തിൽ ആളുകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് ഈ ആരാധനാക്രമം അഥവാ ലിറ്റർജി എന്ന പേര് തന്നെ വളരെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ആരാധനാക്രമത്തെക്കുറിച്ച് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ ആശങ്ക ആളുകൾക്കുണ്ടാകുക പോലും ചെയ്യുന്നത് പോലെ ഒരു ഹോട്ട് സബ്ജക്റ്റ് എന്ന് പറയാവുന്ന പോലത്തെ അവസ്ഥയിലാണ് ഇന്ന് ആരാധനാക്രമം നിലനിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ സഭ എന്താണ് ദൈവാരാധനയെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശോധിക്കാൻ പോകുന്നത്. അത് പ്രധാനമായും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ പ്രബോധനങ്ങൾ സ്വാഭാവികമായും ഈ ദൈവാരാധനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾക്കകത്ത് സ്വാഭാവികമായ ഒരു പാശ്ചാത്യ സഭയുടെ പശ്ചാത്തലം കയറി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ പോലും പൗരസ്ത്യ സഭകളുടെ ആരാധനാക്രമവും അതിന്റെ ജീവിതവും ഒക്കെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കൗൺസിലിൽ സംസാരിക്കുന്നത്. എങ്ങനെയായിരുന്നാലും കത്തോലിക്ക സഭയിലെ എല്ലാ വ്യക്തിസഭകൾക്കും ബാധകമാകുന്ന വിധത്തിൽ പരിശുദ്ധ സഭ തന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന, തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അതുല്യമായ സ്വർഗീയമായ കൃപയെക്കുറിച്ച്, ദൈവാരാധന എന്ന വലിയ ദാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് പലപ്പോഴും നമ്മുടെ പല തെറ്റിദ്ധാരണകൾ മാറ്റും.
പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തത തരും. ചിലപ്പോഴൊക്കെ നമ്മുടെ ചില അസ്വസ്ഥതകൾ നീക്കിക്കളയാനായിട്ട് ഇടവരും. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തരും. എളിമയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധ സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് എളിമയോടുകൂടെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. എന്ന് വെച്ചാൽ തിരുസഭ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തിരുസഭയെ മാറ്റണമോ, ഞാൻ മാറണമോ? സംശയമില്ല, ചോദിക്കേണ്ട കാര്യം പോലുമില്ല. നമ്മൾ തിരുത്തപ്പെടണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചിലപ്പോൾ തിരുത്തപ്പെടേണ്ട മേഖലകൾ ഉണ്ടാകും, പരിപോഷിപ്പിക്കപ്പെടേണ്ട മേഖലകൾ ഉണ്ടാകും. അടിസ്ഥാനപരമായി ദൈവാരാധനയെക്കുറിച്ചുള്ള പഠനം നമ്മളെ ഒരുമിപ്പിക്കാനുള്ളതാണ്. കൂടുതൽ ആഴത്തിൽ കത്തോലിക്ക സഭയെ മുഴുവൻ നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതിനകത്ത് വിവിധ റീത്തുകളിലെ വ്യക്തിസഭകളിലെ അംഗങ്ങളുണ്ട്, അകത്തോലിക്കരായ ആളുകൾ പോലും ഉണ്ടാവും. ദൈവാരാധനയെക്കുറിച്ചുള്ള ആഴമുള്ള ധാരണ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരുമിപ്പിക്കലിലേക്ക് നയിക്കും. മിശിഹ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴുത്തും ഒരു ഇടയനുമായി തീരുന്നത് യഥാർത്ഥത്തിൽ ഒരുമിച്ച് ആരാധിക്കാൻ കഴിയുമ്പോഴാണ്, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നിടത്താണ്, ഒരേ മനോഭാവത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നിടത്താണ്. പരിശുദ്ധ സഭയുടെ വ്യക്തിസഭകൾ 24 വ്യക്തിസഭകളും തനതായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ഒരുമിച്ചാണ് ആരാധിക്കുന്നത്. അതാണ് അതിന്റെ ഒരു വലിയ ഒരു മിസ്റ്ററി. ഓരോ വ്യക്തിസഭയും തനതായ വിധത്തിൽ ആരാധിക്കുമ്പോൾ ആ തനതായ ആരാധനയെ സംയോജിപ്പിക്കുന്ന പരിശുദ്ധ റൂഹ കത്തോലിക്ക സഭയുടെ ഏക ആരാധനയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരാധനയെക്കുറിച്ചുള്ള, ആരാധനാക്രമത്തെക്കുറിച്ചുള്ള അറിവ് അത് അടിസ്ഥാനപരമാണ്. അഭിനന്ദ പിതാവ് സൂചിപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ അടുത്ത ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കും. ഏറ്റവും ആദ്യം ചർച്ച ചെയ്തതും ഏറ്റവും ആദ്യം അംഗീകരിച്ചതും പ്രൊമുൾഗേറ്റ് ചെയ്തതുമായ ഡോക്യുമെന്റ് ഈ മൂന്നാമത്തെ ഡോക്യുമെന്റ് ആണ്, ദൈവാരാധനയെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണ്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ക്രമത്തിൽ ഇത് മൂന്നാമതാണ് വരുന്നതെങ്കിലും ചരിത്രപരമായി ഏറ്റവും ആദ്യം സഭ നമുക്ക് നൽകിയ പ്രസിദ്ധീകരിച്ച ഡോക്യുമെന്റ് സാക്രോസാങ്ക്തും കൊൻസീലിയമാണ്. അത് പ്രസിദ്ധീകരിച്ചത് 1963 ഡിസംബർ 4-ാം തീയതിയാണ്. മിനിഞ്ഞാന്ന് എന്ന് വേണം പറയാം. മിനിഞ്ഞാന്ന്, ഇന്ന് 2 ദിവസമാണ് കഴിഞ്ഞിട്ട്, ഇന്ന് 6-ാം തീയതിയാണല്ലോ, 2-3 ദിവസം മുമ്പ്. അപ്പൊ അതുകൊണ്ട് ഒരു കൃത്യം ഒരു വർഷത്തിന്റെ പൂർത്തീകരണത്തിലാണ് നമ്മൾ ഈ അന്ന് ആലോചിച്ച് നോക്കുക. ഒരു മിനിഞ്ഞാന്ന് എന്നതുപോലെ പരിശുദ്ധ പിതാക്കന്മാർ ആ ഡോക്യുമെന്റ് വോട്ട് ചെയ്തപ്പോൾ 2147 മെത്രാന്മാർ അത് നോട്ട് ചെയ്തു. 4 പേര് അത് പോരാ, പൂർത്തിയായിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നെഗറ്റീവായിട്ട് വോട്ട് ചെയ്തു. 4 മെത്രാന്മാർ മാത്രം. ബാക്കി അത്രയും ഹ്യൂജ് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്യപ്പെടുകയും അത് പ്രൊമുൾഗേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. മാർപ്പാപ്പ ഒപ്പുവെച്ചു. 2147 മെത്രാന്മാർ, 2147 മെത്രാന്മാർ പ്ലസ് അതിന് എതിരെ വോട്ട് ചെയ്ത മെത്രാന്മാർ ഉൾപ്പെടെ അത് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നതോടുകൂടെ അതിന് ആയിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് നിലപാടെടുക്കുകയും ചെയ്യും നമുക്കറിയാം. അങ്ങനെ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 2151 മെത്രാന്മാർ ഒരുമിച്ച് ചർച്ച ചെയ്ത് പരിശുദ്ധ റൂഹായുടെ ശക്തമായ ചൈതന്യത്തിൽ ധ്യാനിച്ച് വീണ്ടും പരിഷ്കരണങ്ങൾ വരുത്തി ആഴമായി പഠിച്ച് ക്രമീകരിച്ച് പരിശുദ്ധ മാർപ്പാപ്പ തന്റെ പരമാധികാരം ഉപയോഗിച്ച് ഒപ്പുവെച്ച് നമുക്ക് തന്ന ഒരു രേഖയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ വെറുതെ ഒരു ടെക്സ്റ്റ് എടുത്ത് വായിക്കുകയും കുറച്ച് അർത്ഥം പറയുകയല്ല, അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ 2 കുഞ്ഞു പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് പിതാവ് തന്നെ പറഞ്ഞതാണ്, ഇതാണ് ലിറ്റർജിയുടെ ചൈതന്യം എന്ന പുസ്തകമാണ്. ലിറ്റർജിയുടെ ചൈതന്യം. ഇത് മിക്കവാറും വളരെ പോപ്പുലർ ആയിട്ട് എല്ലായിടത്തും കിട്ടും. എനിക്ക് തോന്നുന്നു സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഓൺലൈനിലും പോലും വെറുതെ കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മേടിച്ചു വായിക്കാവുന്നതാണ്. ഇത്തിരി വലിപ്പമുണ്ട്, കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. ഇത് ജോസഫ് റാറ്റ്സിംഗർ കളക്റ്റഡ് വർക്ക്സ് തിയോളജി ഓഫ് ദ ലിറ്റർജിയാണ്. ദൈവാരാധനയുടെ, ആരാധനാക്രമത്തിന്റെ ദൈവശാസ്ത്രം. ആരാധനാക്രമത്തെക്കുറിച്ച് പറയുന്നതല്ല, ആരാധനാക്രമത്തിന്റെ ദൈവശാസ്ത്രമാണ് ഇത്. ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. ഞാനിത് റോമിൽ നിന്ന് മേടിച്ച പുസ്തകമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ഇങ്ങനെ എത്ര താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് മേടിക്കുകയും ചെയ്യാം. ഇതിനു മുൻപ് നമ്മൾ വായിക്കേണ്ടത് ഈ പരിശുദ്ധ സൂനോദോസ് നേരിട്ടാണ്. ഞാൻ അതിന്റെ ഓരോ വാക്കും എന്നതുപോലെ വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ വായിച്ചൊരുങ്ങാം. CCCയിൽ 1066 പാരഗ്രാഫ് മുതൽ നമുക്ക് ദൈവാരാധനയെ കുറിച്ചുള്ള പ്രബോധനം അതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് വായിച്ചൊരുങ്ങുകയൊക്കെ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഒരു ആമുഖത്തോടു കൂടെ നമുക്ക് ആരംഭിക്കാം. എങ്ങനെയാണ് ഈ
ഈ ഡോക്യുമെന്റിലേക്കുള്ള ചർച്ചകൾ വന്നത്? കൗൺസിൽ എന്തുകൊണ്ടാണ് ഇത് ആദ്യം ചർച്ചയ്ക്ക് എടുത്തത്? എന്തായിരുന്നു ഇതിന്റെ പുറകിലുള്ള പശ്ചാത്തലം? അഭിനന്ദ പിതാവ് പറഞ്ഞില്ലേ, ചില ലിറ്റർജിക്കൽ മൂവ്മെന്റുകളൊക്കെ ആരംഭിച്ചു. അത്തരം ആരാധനാക്രമ പ്രസ്ഥാനങ്ങളൊക്കെ എങ്ങനെ ആരംഭിച്ചു, എങ്ങനെയാണ് ഇത് വളർന്നു വന്നത്, എങ്ങനെയാണ് നയിക്കപ്പെട്ടത്, ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്? സമൂഹ ബലി എന്ന് പറയുന്ന കുർബാന പോലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വലിയ കൗൺസിലിന്റെ ഡോക്യുമെന്റുകൾക്കകത്ത് ലിറ്റർജിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കും. വളരെ രസകരമായ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവ ആരാധനയിലെ പ്രാർത്ഥനാ ഗാനങ്ങൾ, അവയുടെ ആരാധനാ ഗീതങ്ങളുടെ പ്രത്യേകതകൾ, പ്രാധാന്യം എങ്ങനെയിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കാണും. യാമപ്രാർത്ഥനകളെ കുറിച്ച് കാണും. അതുപോലെ ഈ ലിറ്റർജിക്കൽ ആർട്ടിനെ കുറിച്ച് കാണും. ദേവാലയത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനക്രമയുമായി ബന്ധപ്പെട്ട കലകളെക്കുറിച്ച് ഉള്ള പ്രബോധനങ്ങൾ നമ്മൾ കാണും. വിശുദ്ധ കലകൾ എന്നാണ്. ആരാധനക്രമ മത്സരത്തെക്കുറിച്ച് നമ്മൾ കാണും. അതുപോലെ കൂദാശകളെക്കുറിച്ച്, കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് സഭയ്ക്ക് എന്താണ് പഠിപ്പിക്കാനുള്ളത്. അതുപോലെ ഈ അനുരൂപണങ്ങൾ, പ്രാദേശികമായ അനുരൂപണങ്ങളെക്കുറിച്ച്, പാരമ്പര്യത്തോടുണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടിൽ എന്താണ്, ആരാധനാക്രമം പരിഷ്കരിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആർക്കാണ് അങ്ങനെ പരിഷ്കരിക്കാനുള്ള അധികാരമുള്ളത്, മെത്രന്മാർക്ക് അങ്ങനെ മാറ്റം വരുത്താൻ പറ്റുമോ, ദൈവജനത്തിന് അതിനകത്ത് പങ്കാളിത്തമുണ്ടോ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ സൂനോദോസിന്റെ പ്രബോധനമാണ്. നേരിട്ട് ആരാധനക്രമം എന്നതിനേക്കാളും ആരാധനാക്രമത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനമാണ്. അതുമായിട്ട് ചേർന്ന് പോകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അങ്ങനെ വളരെ ഫലപ്രദമായ ഒരു പഠന സമയത്തേക്ക് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കുക. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ചോദ്യോത്തരങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും കൂടെ ഓർത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.